നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം ഒന്നാണ് ക്യാഷ് കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ജോലി ചെയ്തിട്ട് ഒരുപാട് 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു സാലറി കിട്ടുന്നുണ്ട്. ആ സാലറി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലവായി പോകുന്നുണ്ട്. എനിക്ക് വരുമാനത്തിലേക്കാൾ കൂടുതൽ ചിലവ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ഒരുപാട് പേര് വിഷമത്തിലൊക്കെ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതിനെല്ലാത്തിനും ഒരു ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതാണ് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ദി സൈക്കോളജി ഓഫ് മണി. മോർഗൻ ഹൗസിൽ എഴുതിയ ബുക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കിൽ പെട്ട ബുക്കാണിത്. അതിൽ നമ്പർ 1 ആണ് ഇത് എന്ന് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു 5 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് വരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഫോർ എക്സാമ്പിൾ റിച്ച് ഡാഡ് പൂർ ഡാഡ് പോലുള്ള ബുക്കുകളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻസ് ഉണ്ടാവും, അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും അതിന്റെ കോമ്പൗണ്ടിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്കായിരിക്കും അത്. പക്ഷെ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതേപോലെ തന്നെ ഏറ്റവും ഡെപ്തിലുള്ള ഒരു നോളജ് നമുക്ക് പകർന്നു തരുന്നത്. ഇനി ഈ വീഡിയോനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതൊരു നോർമൽ ഒരു 5 മിനിറ്റിലും 10 മിനിറ്റിലും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു പോകുന്ന ഒരു വീഡിയോ അല്ല. അങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ട് ജസ്റ്റ് 5 മിനിറ്റിൽ എന്തൊക്കെയോ കേട്ടിട്ട് പോകും. എനിക്ക് കുറെ ബെനിഫിറ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ വഴി കുറച്ച് പൈസ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വ്യൂസ് ടൈം കുറവാണെന്നുണ്ടെങ്കിൽ വ്യൂസ് കൂടും. ഓക്കെ, പക്ഷെ നമ്മളിതിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടോട്ടലി ഈ ബുക്ക് നമ്മൾ അൺട്രാപ്പ് ചെയ്ത് പഠിക്കണം. ഇതൊരു മാസ്റ്റർ ക്ലാസ് ആണ് സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ഒരു ബുക്കിന്റെ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഫ്രീ ടൈം കിട്ടാൻ നേരത്ത് തിരിച്ചു വന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം തരുന്ന ഒരു ബുക്കായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നമുക്കിനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സൈക്കോളജി ഓഫ് മണി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണത്തിന്റെ മനഃശാസ്ത്രം. പണത്തിന്റെ മനഃശാസ്ത്രമാണ്. പണം ഉണ്ടാക്കാനുള്ള മനുഷ്യരുടെ മനഃശാസ്ത്രമല്ല ഈ ബുക്ക് പറയുന്നത്. ഒരു പൈസ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ക്യാഷ് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞൊരു പ്രത്യേകത ഉണ്ട് ഈ ബുക്കിന്, വളരെ സിമ്പിൾ ആണെന്ന്. രണ്ടാമത് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ ബുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വായിച്ചു തുടങ്ങാം. ഇപ്പോൾ 20 ചാപ്റ്റേഴ്സാണ് ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് 15ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 15, 16, 17 അങ്ങനെ വായിച്ചിട്ട് നിങ്ങൾക്ക് 1ാമത്തെ ചാപ്റ്റർ വേണമെങ്കിൽ ലാസ്റ്റ് വായിക്കാം. അത്ര ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിങ് ആണ് ഈ ഒരു ബുക്കിന്റെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതെന്ന് പറഞ്ഞത്. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നോ വൺ ഇസ് ക്രേസി. സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആർക്കും ഭ്രാന്തില്ല എന്നാണ് മലയാളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു മീനിങ് വരുന്നത്. പക്ഷെ ലിറ്ററലി ആ ഒരു മീനിങ് ഉണ്ട് ഇതിൽ. നിങ്ങളെല്ലാവരും നിങ്ങളൊരു കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളവരോ ഫ്രണ്ട്സിനെയൊക്കെ അവരും പൈസ മാനേജ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ പറയുന്നുണ്ടാവും അവന് ഭ്രാന്താണ്. അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ കിട്ടിയ കാശ് മുഴുവൻ ഫുഡ് അടിച്ച് തീർക്കുകയാണ്, അവന് ഭ്രാന്തല്ലേ. അല്ലെങ്കിൽ കിട്ടിയ കാശ് മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, അത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമായില്ലേ, അപ്പോൾ അവന് ഭ്രാന്താണ്. അല്ലെങ്കിൽ കിട്ടിയ കാശ് മുഴുവൻ ഡ്രസ്സ് എടുത്ത് തീർക്കാണ്, അവന് ഭ്രാന്താണ് എന്നുള്ള രീതിയിൽ ഹീസ് ക്രേസി എന്ന് നിങ്ങൾ പലരെയും സംസാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെപ്പറ്റി പലരും പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഈ ഒരു ബുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഫിനാൻസിൽ ആ ഒരു ഭ്രാന്തില്ല. നിങ്ങൾ എവിടെയാണോ വളർന്നു വരുന്നത്, നിങ്ങൾ ഏതൊരു ഫാമിലിയിലാണോ വളർന്നു വരുന്നത്, നിങ്ങൾ ഏത് രാജ്യത്താണോ വളർന്നു വരുന്നത്, ഏത് സ്റ്റേറ്റിലാണോ വളർന്നു വരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും നിങ്ങളുടെ എൻറ്റയർ ഫിനാൻഷ്യൽ തിങ്കിങ്ങും എൻറ്റയർ ഫിനാൻഷ്യൽ സ്വഭാവവും. നമ്മളുടെ ലൈഫിൽ തന്നെ പലരെയും കണ്ടിട്ടുണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പൈസ കിട്ടുമ്പോൾ തന്നെ, സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ തന്നെ ഒരുപാട് ഓടി നടന്ന് ചെലവാക്കുന്നവരുണ്ടാവും. ഈ ഓടി നടന്ന് ചെലവാക്കുന്നവർക്ക് അവരുടെ ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഈ പൈസ അവർക്ക് ആവശ്യത്തിന് ചെലവാക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല. മനസ്സിലായോ? നമ്മൾ പലരും പാരന്റ്സിനെ ബ്ലെയിം ചെയ്യുന്നവരായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ പലരും ബ്ലെയിം ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ റിയാലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് വളർന്നു വന്നിരിക്കുന്നത്, ഇപ്പോൾ മലയാളികളാണെന്നുണ്ടെങ്കിൽ വളർന്നു വന്നിരിക്കുന്ന ഒരു കേരളത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത് 50-60 ഇയേഴ്സ് ബാക്ക് അവിടെ ബേസിക് സർവൈവൽ മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വേറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഈ ബുക്കിലും പറയുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ, അതായത് സാമ്പത്തിക മാന്ദ്യത്തിന്റെ സമയത്ത് ജനിച്ചു വളർന്ന ഒരാൾക്ക് ആ പൈസ കിട്ടാൻ നേരത്തെ അവർക്ക് അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അസറ്റായിട്ട് മാത്രമാണ് അത് ഫീൽ ചെയ്യുള്ളൂ. ആ സർവൈവൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ് വളരെ സെക്യൂർ ആയിട്ട് തോന്നുന്ന ഒരു ഫീൽഡിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ചാപ്റ്റർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര് ചെയ്യുന്നതിലും ഒരു മിസ്റ്റേക്ക് ഇല്ല. നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷനിങ് അനുസരിച്ചിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല.
അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണോ ഉള്ളത്, ലൈഫിൽ എവിടെയാണോ നിങ്ങളുള്ളത്, ഇപ്പോൾ ഒരു 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിലാണോ ഉള്ളതെന്നെങ്കിലും, അല്ലെങ്കിൽ ഒരു വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും, ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട്. ചാപ്റ്റർ 1 അപ്പോൾ ഒരു ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ 2ലേക്ക് പോവാം. ലക്ക് ആൻഡ് റിസ്ക്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിൽഗേറ്റ്സിനെ എല്ലാവരും അറിയുന്നതല്ലേ, മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടറാണ്. ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള $1 ബില്യൺ വാല്യുവേഷൻ ഉള്ള കമ്പനിയുടെ ഫൗണ്ടറാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും എന്തുകൊണ്ട് അയാളെ പോലെ ആവാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കും. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ലൈഫിൽ ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വർക്കൗട്ട് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അന്നത്തെ US സിറ്റുവേഷനിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇന്ന് കാണുന്ന പോലെ അല്ലല്ലോ. അന്ന് ഒരു എൻറ്റയർ റൂമാണ് കമ്പ്യൂട്ടർ റൂം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ആക്സസ് കിട്ടിയ ഒരേ ഒരു കോളേജിലാണ് ബിൽഗേറ്റ്സ് പഠിച്ചിട്ടുള്ളത്. അത് 1 in a millionth പ്രോബബിലിറ്റി ആണ്. 1 in a millionth എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം പേരിൽ നിന്ന് ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു ചാൻസ് ആണ് ബിൽഗേറ്റ്സിന് അന്ന് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് വേറെ ലക്ക് ഫാക്ടേഴ്സ് ഉണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അദ്ദേഹത്തിന് ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടിയ പ്രൊഫസർ സപ്പോർട്ട്സും, പിന്നെ അത് തന്നെയല്ല അദ്ദേഹത്തിന്റെ കെന്റ് ഇവാൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കോ ഫൗണ്ടറും, ഇവർ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്തൊരു വെഞ്ചറാണ് മൈക്രോസോഫ്റ്റ്, ഇന്ന് അറിയപ്പെടുന്ന മൈക്രോസോഫ്റ്റ്. ഇവർ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്തൊരു വെഞ്ചറാണ്. കെന്റ് ഇവാൻസ് ഒരു മൗണ്ടൻ ഹൈക്കിംഗ് ഇൻസിഡന്റിൽ മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് കെന്റ് ഇവാൻസ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന മൈക്രോസോഫ്റ്റിന്റെ 2 ഫൗണ്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ എത്രത്തോളം ബിൽഗേറ്റ്സിനെ പോലുള്ള ഒരാളെ ഫേവർ ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, ഇപ്പോൾ കെന്റ് ഇവാൻസിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ ലൈഫിൽ നോക്കാൻ നേരത്ത് അദ്ദേഹത്തിന് ആ ഒരു ലക്ക് ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഒരു റിസ്ക് ആണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ലൈഫിൽ. ആ മൗണ്ടൻ ഹൈക്കിംഗ് ഇൻസിഡന്റിൽ അദ്ദേഹം മരണപ്പെട്ടു. അതൊരു റിസ്കിന്റെ ഫാക്ടറാണ്, മനസ്സിലായില്ലേ? അതേപോലെ തന്നെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 100% ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ലൈഫിൽ നമ്മളുടെ കൺട്രോളിലല്ലാത്ത ലക്ക് ഫാക്ടേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ആണ് നമ്മളെ ഒരു 10th പൊസിഷനിൽ നിന്ന് ചിലപ്പോൾ ഒരു നമ്പർ 1 പൊസിഷനിലേക്കൊക്കെ എത്തിക്കുന്നത്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യലി എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളതും എക്സ്ട്രാ സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ അവരെല്ലാവരുടെ ലൈഫിൽ ഈ ലക്ക് ഫാക്ടറിന്റെ വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഗെയിം നമുക്ക് കാണാൻ പറ്റും. ഇത് എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കാത്ത കാര്യമാണ്. അങ്ങനെ നമുക്ക് ചാപ്റ്റർ 3ലേക്ക് പോവാം. ചാപ്റ്റർ 3 ആണ് നെവർ ഇനഫ്. ഒരിക്കലും മതിയാവാത്തതെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെയാണ് ഈ ഒരു ബുക്കിൽ, ഈ ഒരു ചാപ്റ്ററിൽ ജസ്റ്റ് ഒരേ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എൻറ്റയർ ആയിട്ട് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ രജത് ഗുപ്ത എന്ന് പറയുന്ന ഒരാളുടെ ഒരു കഥ പറയുന്നു. ഈ ബുക്കിൽ അധികമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ US ബേസ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാരുടെ എക്സാമ്പിൾ ആണ്. പക്ഷേ ഈ ഒരു ബുക്കിൽ വ്യക്തമായിട്ടൊരു ഇന്ത്യക്കാരന്റെ, അതും കൊൽക്കത്തയുടെ സ്ട്രീറ്റിൽ ജനിച്ചു വളർന്ന ഒരു ഇന്ത്യക്കാരന്റെ കാര്യം പറയുന്നുണ്ട്. രജത് ഗുപ്ത എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഇദ്ദേഹം വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കൺസൾട്ടിങ് ഫേംസ് ആയിട്ടുള്ള മെക്കിൻസിയുടെ CEO പൊസിഷൻ വരെ എത്തിയൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു CEO പൊസിഷൻ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഒരു ചിന്താഗതി വരികയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ആക്ച്വലി ബൈ ദ ടൈം ഒരു മില്യനെയർ ആയി കഴിഞ്ഞു. US ഡോളർ സ്റ്റാൻഡേർഡ്സിൽ മില്യനെയർ ആയി കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ടൈമിലെ നെറ്റ്വർക്കിംഗ് കൂടുതൽ അവിടുത്തെ ബില്യനേഴ്സുമായിട്ടാണ്. അപ്പോൾ എനിക്ക് മില്യനെയറിൽ നിന്നൊരു ബില്യനെയർ ആവണം, അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രൈം നടത്തുക എന്നുള്ളതാണ്. ക്രൈം എന്ന് പറയുന്ന നേരത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ക്രൈമും കാര്യങ്ങളൊന്നുമല്ല, ഫിനാൻസിലെ ക്രൈം. അതാണ് ഇൻസൈഡർ ട്രേഡിംഗ്. അദ്ദേഹം ബൈ ദ ടൈം ഗോൾഡ്മാൻ സാക്സ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് കമ്പനിയുടെ ബോർഡ് മെമ്പറും കൂടിയായിരുന്നു. അപ്പോൾ ഇത്രയും കമ്പനീസിന്റെ ഒക്കെ ട്രാൻസാക്ഷണൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയുന്നതുകൊണ്ട് അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കമ്പനീസിന്റെ ഇൻസൈഡർ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുകയും അതിൽ നിന്ന് പിടിക്കപ്പെടുകയും ചെയ്തു. പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ഇൻസിഡന്റിന് ശേഷം പിന്നെ അദ്ദേഹം വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞുകൂടേണ്ട ഒരു അവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റോറിയോടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ള രീതിയിൽ. നമുക്കിനി ചാപ്റ്റർ 4ലേക്ക് പോവാം. കോൺഫൗണ്ടിങ് ആൻഡ് കോമ്പൗണ്ടിങ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഏബിൾ ആവണം എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വേറെ വേരിയബിൾസ് ഒന്നുമല്ല നോക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണ്, നിങ്ങളുടെ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, ഇതൊന്നുമല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ആകെ ഒറ്റ കാര്യം നോക്കുക, അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ടൈം ദാറ്റ് ദി മണി കോമ്പൗണ്ട്സ്. എത്ര തവണ മണി കോമ്പൗണ്ട് ചെയ്യാനുള്ള ചാൻസുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വർഷത്തേക്ക് മാത്രമാണ് നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഒരു 10% റിട്ടേൺസിനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ബൈ ദ എൻഡ് ഓഫ് ദാറ്റ് ഇയർ 1,10,000 രൂപയായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ ചിലപ്പോൾ 50 വർഷത്തേക്കോ അല്ലെങ്കിൽ 30 വർഷത്തേക്കോ ആണോ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ്
ഇയറിലെ ക്യാപിറ്റൽ വരുന്നത് 1,10,000 അതിന് ശേഷം വരുന്ന ക്യാപിറ്റൽ അതിനേലും കൂടുതലാണ്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ മുടക്കുന്ന ടൈമും ആ ടൈമിനനുസരിച്ചിട്ടുള്ള കോമ്പൗണ്ടിങ് എഫക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ അത് വാരൻ ബഫറ്റിന്റെ കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $85 ബില്യൺ മുകളിലാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അസറ്റ്സ് വാല്യുവേഷൻ $85 ബില്യൺ മുകളിലാണ്. ഈ $85 ബില്യൺ $65 ബില്യൺ, അതായത് $65 ബില്യൺ അദ്ദേഹത്തിന്റെ 65th ബർത്ത്ഡേക്ക് ശേഷമാണ് വന്നത്. 65ാമത്തെ വയസ്സിന് മുകളിലാണ് അദ്ദേഹത്തിന്റെ അസറ്റിന്റെ 70% ഇൻക്രീസ് നടന്നിരിക്കുന്നത്. ഇപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ക്യാപിറ്റലോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേണോ കാര്യങ്ങളൊന്നും അല്ല ഇതിൽ മാറ്റർ ആവുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസക്ക് എത്ര തവണ കോമ്പൗണ്ട് ചെയ്യാനുള്ള അവസരം കൊടുത്തു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ 5,000 രൂപ വെച്ച് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യണം. 2 വർഷത്തേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്കലി 2 തവണയായിരിക്കാം ഒരു ഫുൾ കോമ്പൗണ്ടിങ് ചെയ്യാനുള്ള, കംപ്ലീറ്റ് കോമ്പൗണ്ടിങ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യം നിങ്ങളിപ്പോൾ ഒരു 25 ഇയേഴ്സിലേക്കാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 to 15 ഇയേഴ്സിലേക്ക് മിനിമം ആണ് ചേരുന്നതെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 70% ഇതേപോലെ തന്നെ ഇൻക്രീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും നിങ്ങൾക്ക് ഔട്ട്കം ആയിട്ട് കിട്ടുന്ന പൈസയും തമ്മിൽ. അതായിരുന്നു കോൺഫൗണ്ടിങ് ആൻഡ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ 5, ഗെറ്റിംഗ് വെൽത്തി വേഴ്സസ് സ്റ്റേയിങ് വെൽത്തി. പണക്കാരനാകുക അല്ലെങ്കിൽ പണക്കാരനായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ ബേസിക്കലി പറഞ്ഞു തരുന്നത്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജെസി ലിവർമോർ എന്ന് പറയുന്ന ഒരാളുടെ എക്സാമ്പിൾ ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. അദ്ദേഹം ട്രേഡിങ്ങിലൂടെ വളരെ വലിയ millions of dollars ഉണ്ടാക്കി എടുക്കാനുള്ള പ്രാപ്തനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ എൻഡിൽ അദ്ദേഹത്തിന് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ള കംപ്ലീറ്റ് എമൗണ്ട് വൈപ്പ് ഔട്ട് ആയിട്ടാണ് അദ്ദേഹം ലൈഫിന്റെ ലാസ്റ്റ് എപ്പിസോഡ്സ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ 10-20 വർഷത്തിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി നാട്ടിലേക്ക് വരാൻ നേരത്ത്, ഗൾഫിലെ ഒരു പ്രവാസവും കാര്യങ്ങളൊക്കെ നിർത്തി നാട്ടിലേക്ക് വരാൻ നേരത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു പോയിന്റിൽ അവർ റിച്ച് ആയിരിക്കും. ആ ഒരു പോയിന്റിൽ ചിലപ്പോൾ അവർ വീട് പണിതിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സോ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു പോയിന്റിന് ശേഷം ആ ഒരു ഇൻകം നിൽക്കാൻ നേരത്ത് അവരുടെ ഡിസിപ്ലിൻ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് പിന്നെ എക്സ്പെൻസസ് മാത്രമേ ഉണ്ടാവുള്ളൂ ലൈഫിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗെറ്റിംഗ് വെൽത്തി അല്ലെങ്കിൽ ഗെറ്റിംഗ് റിച്ച് എന്ന് പറയുന്ന ഒരു കാര്യം അവർ ചെയ്തു, അവർക്കത് പോസിബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടായി. പക്ഷെ ദേ കാൺ സ്റ്റേ വെൽത്തി, മനസ്സിലായോ? അല്ലെങ്കിൽ ദേ കാൺ സ്റ്റേ റിച്ച്. കാരണം അവർ പൈസ ഉപയോഗിച്ചിട്ട് എങ്ങനെ അത് പൈസ മാനേജ് ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നുള്ള രീതിയിൽ ഒരു അറിവും ഇല്ലാത്ത ഒരു രീതിയിലുള്ള പോക്കായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഒരുപാട് നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയൊക്കെ കൊണ്ടുവന്നിട്ട് അറിയാൻ പാടില്ലാത്ത ബിസിനസ് ഒക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് തേച്ച് മാറ്റി കളയില്ലേ? അതേപോലെ തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗെറ്റിംഗ് വെൽത്തി, പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് സ്കില്ലാണ്. അതേപോലെ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് എന്ത്? സ്റ്റേയിങ് വെൽത്തി. ആ ഉണ്ടാക്കിയ പൈസ സൂക്ഷിക്കുക, ആ പൈസ ഉപയോഗിച്ചിട്ട് നെക്സ്റ്റ് ലെവൽ ഓഫ് മണി ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത്രേ ഉള്ളൂ ചാപ്റ്റർ 5ന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ നമ്പർ 6, ടെയിൽസ് യു വിൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മെൻസിനെ കാണാറില്ലേ? എന്ന് വെച്ചാൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്മാൻ. ഇവരെല്ലാവരെയും ലൈഫിൽ നിങ്ങൾ അവരുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു നോക്കുക, അവർ എത്ര ബിസിനസ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ബിസിനസ് ക്ലിക്ക് ആവുന്നതിന് മുമ്പെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആക്ച്വലി അന്തം വിട്ടു പോകുന്നൊരു കാര്യമുണ്ടാവും. പലരും 5, 6, 7 ബിസിനസ്സുകൾ ഫ്ലോപ്പ് ആയതിനു ശേഷമാണ് ഒരു സക്സസ്ഫുൾ ബിസിനസ് കെട്ടിക്കൊടുക്കുന്നതും ആ ഒരു സക്സസ്ഫുൾ ബിസിനസ്സിന്റെ ഒരു റൈഡ് തുടങ്ങിയിട്ട് അതായിരിക്കാം അവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു പൊസിഷനിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ഡെയിലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കരിയർ പാത്തോ കാര്യങ്ങളോ, ഇതെല്ലാത്തിലും ഒരു കൺഫേംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലർ സക്സസ് നമുക്ക് കിട്ടണമെന്നുള്ള ഒരു ആവശ്യമില്ല. നിങ്ങൾ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 10 കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് 7 കാര്യം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. 3 കാര്യം നമുക്ക് റൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ, ആ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണ്. ഇപ്പൊ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് വളരെ അടുത്തുള്ള കോൺടാക്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് നമ്മൾ ബിസിനസിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കാൻ നേരത്തെ അവരെല്ലാവരും പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരേ സമയം അവർ 2-3 ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അതിൽ ഏതെങ്കിലും ഒന്ന് വർക്കൗട്ട് ആവും. ആ വർക്കൗട്ട് ആവുന്ന ബിസിനസ്സിൽ പിടിച്ചിട്ടായിരിക്കും ഇവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എംപയർ ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ബോട്ടിന്റെ ഹെഡ്സെറ്റ് ഉണ്ട്. ബോട്ടിന്റെ ഹെഡ്സെറ്റും അതേപോലത്തെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫൗണ്ട് ചെയ്ത അമൻ ഗുപ്ത എന്ന് പറയുന്ന ഒരാള്
അദ്ദേഹത്തിന്റെ 4-മത്തെയോ 5-മത്തെയോ വെഞ്ചറാണ് ബോട്ട്. അതിനു മുമ്പ് തുടങ്ങിയിരിക്കുന്ന 3-4 വെഞ്ചേഴ്സ് കംപ്ലീറ്റ്ലി പരാജയമായതിനു ശേഷം ആ ഒരെണ്ണം മുന്നോട്ട് വന്നു, ആ ഒരെണ്ണത്തിൽ കയറി അദ്ദേഹം വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് തന്നെയാണ് ഈ ബുക്കിൽ നിങ്ങളോട് പറയുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 10 കാര്യം ചെയ്യുക. 10 കാര്യം ചെയ്തതിന് ശേഷം അതിൽ 2-3 ക്ലിക്കായാൽ തന്നെ നമ്മളെ ലൈഫ് മാറി. ആ പൊട്ടിപ്പോകുന്ന 7-8 കാര്യത്തിനെ പറ്റി നമ്മൾ അറിയാവേ അല്ലെങ്കിൽ അതൊരു നഷ്ടമായിട്ട് നമ്മൾ ചിന്തിക്കുക വേണ്ട. അത്രേ ഉള്ളൂ. നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ നമ്പർ 7, ഫ്രീഡം. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഡെയിലി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കുറെ പേര് ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ കുറെ പേര് ഡെയിലി ജോലിക്ക് പോകുന്നുണ്ട്. രാവിലെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ രാത്രി മൊത്തം ജോലി ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും ഈ ഒരു ജോലിയും ഈ ബിസിനസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി നമുക്ക് അവിടെ പൈസയാണോ വേണ്ടത്, ഇല്ല എന്നുണ്ടെങ്കിൽ ആ പൈസ ഉപയോഗിച്ചിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യമാണോ വേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു സെക്കൻഡിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് പൈസ മാത്രമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് മാത്രം കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രയോജനങ്ങളൊന്നും നമുക്ക് ആർക്കും ഉണ്ടാവില്ല. ആ ക്യാഷ് ട്രാൻസാക്ഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേറൊരു വാല്യൂ ജനറേറ്റ് ചെയ്ത് തരും എന്നുള്ള കോൺഫിഡൻസിലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾക്ക് ഔട്ട്കമായിട്ട് കിട്ടുന്നത് ക്യാഷ് മാത്രമല്ല, നമ്മൾക്ക് കിട്ടുന്നത് ഫ്രീഡമാണ്, ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മൾക്ക് എന്ത് കാര്യം വാങ്ങണം എന്ന് തോന്നുന്ന നേരത്തെ അത് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമുക്കുള്ളതാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു വലിയൊരു കോൺസെപ്റ്റ് അച്ചീവ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു നോർമൽ ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ കിട്ടുന്നത് എന്താണ്? ഇപ്പോൾ 10 ദിവസം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ ഒരു മാസം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സാലറി കിട്ടുമ്പോൾ ആ കിട്ടുന്ന എമൗണ്ട് ആണ് അവരുടെ ഫ്രീഡം നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എത്ര സമയം ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ എത്ര സമയം അവർക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കണം, അവർക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു സ്വാതന്ത്ര്യമാണ്. ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് ഈ ക്യാഷിൽ നിന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനിയാണ് ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസം 50,000 രൂപ ശമ്പളം കിട്ടും. 50,000 രൂപ ശമ്പളം കിട്ടാൻ നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു തോട്ട് പ്രോസസ് ഓഫ് ഒരു ഫ്രീഡം നിങ്ങൾക്ക് ലെറ്റ്സ് ഇത്ര ഡ്രസ്സ് വാങ്ങണം, ഇത്ര റെന്റിന് കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര വീട്ടിൽ കൊടുക്കണം, ഇത്ര ഫുഡ് കഴിക്കണം, അങ്ങനെയുള്ള രീതിയിലൊക്കെ ആ ഒരു എമൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം നിങ്ങളുടെ സ്വാതന്ത്ര്യം നിശ്ചയിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 1,00,000 രൂപ സാലറി ആയിട്ട് കിട്ടാൻ നേരത്തെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഈ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രീഡം അത് എക്സ്പാൻഡ് ആയി, അത് 1,00,000 വേണ്ടിയുള്ളതായി. അതേപോലെ തന്നെ ഈ ഒരു എമൗണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന മണിയുടെ എമൗണ്ട് കൂടി വരുന്തോറും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കൂടി വരും. അങ്ങനെ നമ്മളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് പൈസക്ക് വേണ്ടി ആവില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫ്രീഡത്തിന് വേണ്ടിയായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ വർക്ക് ചെയ്യാൻ നേരത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യു ആർ നോട്ട് വർക്കിംഗ് ഫോർ മണി, യു ആർ വർക്കിംഗ് ഫോർ ഫ്രീഡം. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഈ ചാപ്റ്ററിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ചാപ്റ്റർ നമ്പർ 8, മാൻ ഇൻ ദി കാർ പാരഡോക്സ്. വലിയ പേരൊക്കെയാണ്, കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കുക. സിമ്പിളാണ്, സിമ്പിളായിട്ട് പറഞ്ഞത്. നിങ്ങളിപ്പോൾ നല്ലൊരു വണ്ടി വാങ്ങിയാൽ കുറിച്ച് ഒരു പ്രീമിയം കാർ നിങ്ങൾ എടുക്കുന്നെങ്കിൽ ബെൻസോ BMW അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പ്രീമിയം കാറ്റഗറിയുടെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇന്നോവയോ അല്ലെങ്കിൽ ഒരു ക്രെറ്റയോ അതേപോലത്തെ നല്ലൊരു വണ്ടി നിങ്ങൾ എടുത്തു നോക്കിയാൽ ആ ഒരു സമയത്ത് ആ ഒരു വണ്ടി അത് മേടിക്കാൻ പറ്റാത്ത ഒരാൾക്ക്, എന്താ പറയുക, അത്രയും ഒരു ലെവലിൽ നിങ്ങളായിട്ട് മാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് എന്ത് തോന്നും? നിങ്ങളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെയാണ് അവർ അഡ്മയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു BMW ആയിട്ട് നടക്കാൻ നേരത്ത് നിങ്ങളുടെ നോർമൽ ഒരു തോട്ട് പ്രോസസ്സ് എന്താണ്? അവര് പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർ അഡ്മയർ ചെയ്യുന്നത് എന്നെയാണ്, ഞാനാണല്ലോ ഇത് വാങ്ങിച്ചത്. പക്ഷെ ആക്ച്വൽ സംഭവം എന്ന് പറയുന്നത് അതിന്റെ ഫ്ലിപ്പാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും പുറമേ നിന്ന് നോക്കുന്ന ഓരോരുത്തരും അഡ്മയർ ചെയ്യുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ ആ ഒരു പൊസിഷനെയാണ് അഡ്മയർ ചെയ്യുന്നത്. ഓരോരുത്തരും ചിന്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴാണ് അങ്ങനെ ഒരു വണ്ടി മേടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് മേടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ വണ്ടി വാങ്ങിയ ഒരാൾ അയാൾ എങ്ങനെയായിരിക്കാം ഈ വണ്ടി വാങ്ങിയിട്ടുണ്ടാവുക. അതേപോലത്തെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് നോർമലായിട്ട് പുറമേ കാണുന്ന ആൾക്കാരുടെ മൈൻഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളിലേക്ക് ആയിരിക്കില്ല അട്രാക്റ്റഡ് ആവുന്നത്. അവർ അട്രാക്റ്റഡ് ആവുന്നത് നമ്മുടെ പൊസിഷനിലേക്കായിരിക്കും. ഇപ്പൊ നിങ്ങൾ വളരെ വലിയൊരു വീട്ടിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ ആ വീടിന്റെ ഭംഗിയാണ് കാണുന്നത്, അല്ലെങ്കിൽ അവർ ആ ഒരു വീട്ടിൽ താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ഫീലിലേക്കാണ് അവർ പോകുന്നത്. അല്ലെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു യുവർ എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആരെയും മോട്ടിവേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പൊ ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിനെയും നിങ്ങളുടെ ഫ്രീഡത്തിനെയും മാത്രം ചേസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊന്നും പൊസിഷൻ ഒന്നും മേടിക്കേണ്ട എന്നുള്ള രീതിയിലല്ല, പക്ഷെ
അതിന്റെ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾ ഫ്ലിപ്പാക്കാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യത്തിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തെ അവർ ആക്ച്വലി ഇൻട്രസ്റ്റഡ് ആവുന്നത് ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനത്തിലാണ്, അല്ലാതെ ആ ഒരു ഇൻവെസ്റ്റർ ആയിട്ടുള്ള നമ്മളിലേക്കല്ല. ഇത്രേ ഉള്ളൂ മാൻ ഇൻ ദ ഗ്യാപ്പ് പാരഡോക്സ്. ഈ ഒരു ചാപ്റ്ററിന്റെ തന്നെ ഒരു സ്ലൈഡ് കണ്ടിന്യൂഷൻ ആണ് നെക്സ്റ്റ് ചാപ്റ്റർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽത്ത് ഇസ് വാട്ട് യു ഡോണ്ട് സീ. നിങ്ങൾ കാണാത്തതാണ് അസറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, നമ്മളെല്ലാവരും പരിചയത്തിൽ വളരെ ഹാൻസം ആയിട്ടുള്ള സാലറി വാങ്ങുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു മന്ത് എൻഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരാൻ നേരത്തെ ഇവരെല്ലാവരും ലൈഫിലൂടെ കടന്നു പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹോം ലോണിന്റെ ടെൻഷൻ, അല്ലെങ്കിൽ അവരുടെ പ്രീമിയം കാറിന്റെ EMI ടെൻഷൻ, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ ഫീസിന്റെ ടെൻഷൻ, അതേപോലത്തെ പല പല കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സർക്കിളിലൊക്കെ ഒരുപാട് പേര് വളരെ എക്സ്ട്രീംലി ഹൈ പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെല്ലാവരും ഓരോ മാസവും സ്ട്രഗിൾ ചെയ്യുന്നതും ഞാൻ വളരെ അടുത്ത് നിന്ന് കാണുന്നതാണ്. അതേപോലെ തന്നെയാണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നോർമൽ റേഞ്ചിൽ സാലറിയും കാര്യങ്ങളൊക്കെ മേടിച്ച് പോകുന്ന ആൾക്കാർ ഒരു കുടുംബം നന്നായിട്ട് നോക്കുന്നുണ്ടാവാം, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവാം, അവർക്ക് ചെറിയൊരു ചിട്ടി ഉണ്ടാവാം, അത് കഴിഞ്ഞിട്ട് ചെറിയൊരു എന്താ പറയുക FDO കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ടാവാം. അപ്പൊ ഇവരുടെ രണ്ടുപേര് റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഒരു 60 വയസ്സിൽ ഈ രണ്ടുപേരും എത്തിയിരിക്കാൻ നേരത്ത് ഈ എക്സ്ട്രീംലി അടിപൊളിയായിട്ടുള്ള സാലറി വാങ്ങിച്ച ഒരാളുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവാത്തൊരവസ്ഥ വരെ വരാം. പക്ഷെ ഒരു ചെറിയൊരു സാലറിയിൽ നിന്ന് പ്രോപ്പറായിട്ട് കാര്യങ്ങളെല്ലാം ഡിസിപ്ലിൻഡ് ആയിട്ട് മാനേജ് ചെയ്തിരുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് വരാൻ നേരത്ത് അദ്ദേഹത്തിന്റെ സർപ്ലസ് ഫണ്ടും ഉണ്ടാവും, അദ്ദേഹത്തിന് ഒരു വീടും ഉണ്ടാവും, കാറും ഉണ്ടാവും, അതേപോലത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ചെറിയൊരു എക്സാമ്പിൾ കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ചുറ്റും കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹാൻസം ആയിട്ടുള്ള സാലറി ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ അതിനേലും ചെലവുകളും കടങ്ങളും ക്രെഡിറ്റ് കാർഡ് ഡെറ്റും കാര്യങ്ങളെല്ലാം ഇവർക്ക് പലർക്കും ഉണ്ട്. പക്ഷെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവിടെ ഗ്രോസറീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അവിടെ സൂപ്പർ മാർക്കറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ നമ്മളെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന നേരത്ത് വളരെ ചെറിയൊരു ഇൻകം ആയിരിക്കും കിട്ടുന്നത്. ഇവരെങ്ങനെ ഈ ഒരു ഇൻകത്തിൽ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നു എന്ന് തന്നെ നമുക്ക് അറിയണ്ടാവില്ല. പക്ഷെ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിയാൻ നേരത്ത് ഈ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാരുടെ കയ്യിൽ പലരുടെയും കയ്യിൽ ഒന്നും ഉണ്ടാവാത്തതും, അല്ലെങ്കിൽ ഒരു ഓൾറെഡി കടത്തിലായിട്ട് കഴിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നെത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ചെറിയ രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ വളരെയധികം നല്ലൊരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു വെൽത്ത് ബിൽഡ് ചെയ്യുന്നത് ഞാൻ ആക്ച്വലി കണ്ടിട്ടുള്ളതാണ്. ഈ ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും പറഞ്ഞിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യാൻ നേരത്തുള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്തേണ്ട സ്ഥലത്തായിരിക്കില്ല നമ്മൾ എത്തുന്നത്, നമ്മളൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും എത്തുന്നത്. അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ ടു ചാപ്റ്റർ 10. ചാപ്റ്റർ 10 വളരെ സിമ്പിളാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, സേവ് മണി. സിമ്പിൾ അല്ല, കാരണം വെച്ചാൽ പൈസ സേവ് ചെയ്യണമെന്ന് ഈ ചാപ്റ്റർ 10 മാത്രമല്ല നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാലത്തും എല്ലാവരും നമുക്ക് തരുന്ന ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഉപദേശമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടി തുടങ്ങുമ്പോൾ പൈസ സേവ് ചെയ്യാന്നുള്ളത്. ഇനി ഞാനതിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ബുക്കിൽ മാത്രമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന വരുമാനം, നേരത്തെ ഉള്ള ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇൻകം ഒരിക്കലും ഒരു ഇൻഡിക്കേറ്റർ അല്ല എന്തിന്റെ, നമ്മുടെ വെൽത്തിന്റെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപ മാസം ശമ്പളം ഉണ്ടെന്ന് വെക്കുക, നിങ്ങൾക്ക് 95,000 രൂപ ഒരു മാസം ചെലവുണ്ടെന്ന് വെക്കുക, നിങ്ങളുടെ കയ്യിൽ ബാക്കി എത്ര ഉണ്ട്? 5,000 രൂപ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 50,000 രൂപ മാസം ശമ്പളം ഉണ്ടെന്ന് വെക്കുക, എനിക്ക് 25,000 രൂപ ചെലവുള്ളൂ വെക്കുക. ആ 25,000 രൂപ ചെലവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടാവും? 25,000 രൂപ ഉണ്ടാവും. അപ്പോൾ 1 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു 5,000 രൂപ മാത്രമായിരിക്കാം സേവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ 25,000 രൂപ അല്ല 50,000 രൂപ മാത്രം ശമ്പളമുള്ള ഒരാൾക്ക് 25,000 രൂപ മാസം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു ലോങ് ടേമിൽ മുന്നോട്ട് പോകാൻ നേരത്തെ ചിലപ്പോൾ 2, 3, 5, 10 വർഷങ്ങൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ സാലറി സ്കെയിലെല്ലാം മാറ്റം വരുന്നുണ്ടാവും, പക്ഷെ പ്രൊപ്പോർഷണാലിറ്റിയിൽ മാറ്റം വരുന്നുണ്ടാവില്ല. ലെറ്റ്സ് സേ ഒരാളിപ്പോൾ ഒരു കിട്ടുന്ന ഒരു എമൗണ്ടിൽ നിന്ന് ഒരു 5% ആണ് സേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലർ സേവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലർ എന്താ പറയുക നെഗറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു മാസം 10,000 രൂപ പുറത്തുനിന്ന് കടം മേടിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മാസം കിട്ടുന്ന ഒരു സാലറിയുടെ ഒരു 30 to 35% അല്ലെങ്കിൽ ഒരു 40% ഒക്കെ ഡീസെന്റ് ആയിട്ട് സേവ് ചെയ്തിട്ട് ബാക്കിയുള്ളത് വെച്ച് ലൈഫ് റൺ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. ഇത് ഒരു 10 വർഷത്തേക്ക് ഇവർ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ നേരം സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹയർ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ പ്രൊപ്പോർഷണാലിറ്റി, എന്താ പറയുക, സേവിങ് പ്രൊപ്പോർഷൻ കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷത്തിന് ശേഷം അവരിൽ ഒന്നും ഉണ്ടാവില്ല. അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെൽത്ത് എന്ന് പറയുന്നത് 0 ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഓൾറെഡി ഡെറ്റിലായിരിക്കാം. അല്ലാത്ത പക്ഷം ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി എമൗണ്ട് മാസം സേവ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാർക്ക് രണ്ട് തരത്തിലുണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഗെയിൻസും ഉണ്ട്, 2 സൈക്കോളജിക്കൽ ഗെയിൻസും ഉണ്ട്. അതെന്ന് വെച്ചാൽ
മുന്നോട്ടൊരു നല്ലൊരു ഹെൽത്തി എമൗണ്ട് ഓരോ മാസവും സേവ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡിൽ ഒരു പ്രത്യേക ഒരു കോൺഫിഡൻസ് വരും. ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് അവർക്ക് കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ, ആ എമൗണ്ട് കൂടുതൽ ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ട് സേവ് ചെയ്യാനും പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ നാട്ടിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത ആൾക്കാർ ഒരു ഏജിന് ശേഷം അവർക്കൊരു നല്ലൊരു അസറ്റ് സ്ട്രക്ചർ ഉണ്ടാവും, അവർക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിന് പുറമെ നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് ക്രിയേഷൻ അവർക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. അവരെന്താണ് ലൈഫിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനുണ്ടാവില്ല. പക്ഷെ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഈ സേവ് മണി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ. അങ്ങനെ നമ്മൾ ചാപ്റ്റർ 11ലേക്ക് എത്തിയിരിക്കുന്നതാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയി തുടങ്ങും, പക്ഷെ നല്ല രസമാണ്. ഞാൻ നല്ല രസമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ചാപ്റ്റർ 11ന്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസണബിൾ ഗ്രേറ്റർ ദാൻ റാഷണൽ. ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഒരു മാസം 50,000 രൂപ സാലറി വാങ്ങുന്ന ഒരാളാണെന്ന് വെച്ചാൽ, അല്ലെ പോട്ടെ ഒരു 25,000 രൂപ, നമുക്ക് ചെറിയൊരു എമൗണ്ട് പിടിക്കാം, 25,000 നിങ്ങൾ സാലറി വാങ്ങുന്ന ഒരാളാണെന്ന് വെച്ചു. ഈ 25,000 സാലറി നിങ്ങൾക്ക് ആദ്യത്തെ മാസം കിട്ടുമ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാവരും പറയുന്നത് എന്താണ്? പൈസ സേവ് ചെയ്യണം, പൈസ പുറമെ അങ്ങനെ കൂടുതലൊന്നും കളയരുത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപ നിങ്ങളെ കൊണ്ട് സേവ് ചെയ്യിപ്പിക്കാന്ന് വെച്ചു. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10,000 രൂപ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് ജീവിക്കേണ്ടി വരും. പക്ഷെ 15,000 റുപ്പീസ് നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ട്. അതൊരു 3-4 മാസം മുന്നോട്ട് പോകാൻ നേരത്ത് നിങ്ങളുടെ മൈൻഡിൽ ഒരു തോട്ട് പ്രോസസ്സ് വരും. ലൈഫ് ഒന്നേ ഉള്ളൂ, ലൈഫ് പോയി കഴിഞ്ഞാൽ പോയതാണ്, ഈ ഒരു പ്രായം ഒന്നേ ഉള്ളൂ, ഇത് പോയാലും പോയതാണ്. അപ്പൊ ഞാൻ ലൈഫ് ഒന്നും ഇതുവരെ എൻജോയ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു തോട്ട് പ്രോസസ്സ് വരാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യും? അതുവരെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളൊരു ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങി, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡിസിപ്ലിൻ നിങ്ങളായിട്ട് തന്നെ ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് കാര്യം. പക്ഷേ ഇങ്ങനെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സിനെ കൊണ്ട് നിങ്ങൾ റാഷണൽ ആയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഈ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു 25,000 സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ട് ഒരു 2,500 രൂപ അല്ലെങ്കിൽ 3,000 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്ത് കൊടുക്കാം. 3,000 സേവ് ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 12.5% സംതിങ് ഒക്കെ ആയിരിക്കും ആവുന്നത്. ഈ 3,000 റുപ്പീസ് മാത്രം നിങ്ങൾ സേവ് ചെയ്ത് മുന്നോട്ട് പോകാൻ നേരത്തുന്നതാണ് ആ ഒരു ലോങ് ടേമിൽ നിങ്ങളുടെ ഈ 3,000 രൂപ നിങ്ങളിപ്പോൾ ഒരു വേറെ സെക്കൻഡറി അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ചെറിയൊരു മ്യൂച്വൽ ഫണ്ടിലേക്കോ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഇത് അഫക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് അല്ല ഈ 3,000 എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് യു ആർ ഗെറ്റിംഗ് ലൈക്ക് 25,000 ഓർ സംതിങ് ആസ് എ സാലറി. അപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ നേരത്ത് നിങ്ങൾ 2-3 വർഷം മുന്നോട്ട് പോകാൻ നേരത്ത് നിങ്ങളൊരു സേവിങ്ങിന്റെ ഒരു ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻകം 25,000 രൂപ എന്നുള്ളത് ചിലപ്പോൾ ഒരു 40,000 ആയിട്ടുണ്ടാവും, ആ 40,000 ചിലപ്പോൾ 60,000 ആയിട്ടുണ്ടാവും, അങ്ങനെ കൂടി പോയിട്ടുണ്ടാവും. ഇവിടെ ഒരു സിമ്പിളായിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത ഒരു സേവിങ് ഹാബിറ്റും ആ സേവിങ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. അത് റീസണബിൾ അല്ലേ? അതാണല്ലോ ആക്ച്വലി റീസണബിൾ ആണെന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളൊരു കൺവീനിയൻസ് ഉള്ളൊരു സംഭവമാണ് ഈ റീസണബിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും ഒരു എക്സ്റ്റേണൽ പ്രഷറും കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരു എമൗണ്ട് നിങ്ങൾ ഒരു മാസം സേവ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ പറ്റാത്തൊരു എമൗണ്ട് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് പോയി. ഇതേപോലെ തന്നെയാണ് പല ബിസിനസ്സുകളുടെ കാര്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിയുടെ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ പ്രഷറൊക്കെ കൊണ്ട് ഒരുപാട് പേര് ലൈഫിൽ ഉണ്ടാക്കിയെടുത്ത സേവിങ്ങും അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് പുറത്തുനിന്ന് കടമൊക്കെ മേടിച്ചിട്ട് ആൾക്കാർ അറിയാൻ പാടില്ലാത്ത ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട് കാരണമാണ് സംഭവിക്കുന്നത്. അതിന് പകരം റീസണബിൾ ആയിട്ട് ചിന്തിച്ച് സ്വന്തം ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡിലേക്കുള്ള ഒരു ബിസിനസ് അത് ഉറപ്പായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ നമ്മൾക്ക് കോൺഫിഡൻസ് സ്കില്ലും നമ്മളുടെ ഉള്ളിൽ ബിൽഡ് ആവുന്ന ഒരു സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സക്സസ് റേറ്റ് വളരെ ഹൈ ആയിരിക്കും. ഇത്രേ ഉള്ളൂ ബേസിക്കലി ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ബുക്കിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്, പക്ഷേ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ നമ്പർ 12 സർപ്രൈസ്ഡ് ആവുന്നതിന് മുമ്പ് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സെറ്റ് ഓഫ് ഒരു നോഷൻസ് ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു ചിന്താഗതി ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഒരുപാട് മുകളിലേക്ക് പോയി. ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിന്റെ ഒരു എക്കണോമി മൊത്തത്തിൽ ഒരുപാട് മുകളിലേക്ക് പോയി. അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരു തോട്ട് പ്രോസസ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഒരു ദിവസം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് വന്ന സമയത്ത് എന്താണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ പെട്ടെന്നൊരു ഡ്രോപ്പ് ഉണ്ടായി. അതേപോലെ തന്നെ കേരളത്തിന്റെ എക്കണോമിയിലാണെന്നുണ്ടെങ്കിലും വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വളരെയധികം നല്ല വിശാലമായിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സും കാര്യങ്ങളൊക്കെ
പെട്ടെന്ന് ഒരു ഹിറ്റ് എടുത്തു. ആ ഒരു ഹിറ്റിന് ശേഷം ഒരു 1-2 വർഷം എടുത്തിട്ടാണ് അത് സർവൈവ് ചെയ്ത് മുന്നോട്ട് വന്നത്. അപ്പൊ ഇതിൽ നിന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നേരത്തെ നമ്മളുടെ ഹിസ്റ്റോറിക് ഡാറ്റയും കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ. ഇപ്പോൾ നമ്മൾ ഒട്ടും തീരുമാനിക്കാത്തൊരു സമയത്തായിരിക്കാം 2018 ഒരു വലിയൊരു വെള്ളപ്പൊക്കം വന്നിട്ട് കേരളത്തിൽ ഒരുപാട് പേര് വരുമാന മാർഗങ്ങളും കാര്യങ്ങളെല്ലാം നശിച്ചത്. അപ്പോൾ 2018 അങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ്സ് ആണ് നമ്മുടെ എൻറ്റയർ ഫിനാൻഷ്യൽ സ്ട്രക്ചറിംഗിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബി റെഡി ഫോർ ദി സർപ്രൈസസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല നടക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പല കാര്യങ്ങൾ വരാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ ലോസസ് വരാം, നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ലോസസ് വരാം, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഫൈൻസും കാര്യങ്ങളൊക്കെ വരാം. ഇതെല്ലാം വരാൻ നേരത്തെ നമ്മൾ അതൊന്ന് എക്സ്പെക്ട് ചെയ്തിട്ടല്ല മുന്നോട്ട് പോകുന്നത്. എക്സ്പെക്ട് ചെയ്തിട്ടല്ല മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ കൂടി അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുവരെ നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്ത് നിങ്ങളുടെ എൻറ്റയർ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ഒരു വലിയൊരു അടി അടിച്ചിട്ടായിരിക്കും അത് നിങ്ങളെ ഇത് പോകുള്ളൂ. അത് ചിലപ്പോൾ ഒരു 2-3 വർഷം കൊടുത്തിട്ടായിരിക്കാം രണ്ടാമത് നിങ്ങൾ എത്തേണ്ടിയിരുന്ന ഒരു സ്ഥലത്തേക്ക് രണ്ടാമത് നിങ്ങൾ ഉയർത്തി കൊണ്ടുവരാൻ. അപ്പോൾ ഈ ചാപ്റ്റർ സിമ്പിളായിട്ട് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു പോവാം, പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു സർപ്രൈസസിന് ഓക്കെ ആവുക എന്നുള്ളതാണ്. കാരണം ലോങ് ടേമിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ US സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ നിഫ്റ്റി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 20 വർഷം കൊണ്ട് വളരെ വലിയൊരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി കഴിഞ്ഞൊരു 20 വർഷം മുമ്പ് എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ 2026 എവിടെ നിൽക്കുന്നു നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതൊരു ലോങ്ങർ അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു അപ് ട്രെൻഡ് നിങ്ങളെടുത്ത് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പ് ലോ എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ് പതുക്കെ ഗ്രോ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലോ വരുന്ന ഓരോ പോയിന്റും ഓരോ സർപ്രൈസസ് ആണ്. മനസ്സിലായില്ലേ? ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 30, റൂം ഫോർ എറർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമർജൻസി ഫണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെല്ലാവരും നല്ല 100% ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ ആ ജോലി പോകുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ആ ജോലി പോയി കഴിഞ്ഞതിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കും? നമ്മൾ മൊത്തത്തിൽ ഒരു പാനിക് ആവില്ലേ? അതേപോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പാനിക്കിന്റെ ഇടയിൽ നമ്മളൊരു നെക്സ്റ്റ് ജോലിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്ക് ലാൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് അല്ലെങ്കിൽ സംഭവിച്ചേക്കാം എന്നുള്ളൊരു ചിന്താഗതിയിൽ പോലും നമ്മൾ ഉണ്ടായിട്ടുണ്ടാവില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി സേഫാണ്, നമ്മൾ എല്ലാ ദിവസവും 100% ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ആ ഒരു ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ നമ്മളൊരു നെക്സ്റ്റ് 3-4 മന്ത്സ് നമ്മൾ എന്തായാലും സ്ട്രഗിൾ ചെയ്യും. ഒരു ഈക്വലന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാനോ അല്ലെങ്കിൽ നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ ഉള്ള കമ്പനിയിലൊക്കെ നമ്മളൊരു എൻട്രി കിട്ടാനോ നമുക്ക് ഭയങ്കരധികം ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമുക്ക് ഈ റൂം ഫോർ എറർ എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മളൊരു എറർ സംഭവിക്കാനുള്ള ഒരു ചാൻസ് നമ്മളെ ലൈഫിൽ കാൽക്കുലേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ സബ് കോൺഷ്യസ്ലി ഒരു കാര്യം ചെയ്യാൻ തരുന്നത് നമ്മളത് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പോസിറ്റീവ്സിനെ പറ്റിയാണ്. പോസിറ്റീവ്സ് ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, ആ കാര്യം പ്രോപ്പറായിട്ട് നടക്കും. നമ്മൾക്കിപ്പോൾ ഒരു ബിസിനസ്സിൽ നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്യണം, അതിന്റെ ക്യാപിറ്റൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ആ കിട്ടിയ ക്യാപിറ്റൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നിന്ന് നമുക്കൊരു പെർസെന്റേജ് ഓഫ് ഒരു റിട്ടേൺ നമുക്ക് കിട്ടും. ഇതെല്ലാം നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട്, ഒരു പോസിറ്റീവ് സിനാരിയോസ് മാത്രം എടുത്തിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ബുക്ക് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഇതിന്റെ വേസ്റ്റ് കേസ് സിനാരിയോസിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട്സ് എ വേഴ്സ്റ്റ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ. നമ്മൾക്കിപ്പോൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തെ അതിൽ നഷ്ടം വരാം, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഇപ്പോൾ ഒരു ട്രേഡിംഗിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 100% ആ ഒരു ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾക്കത് സ്വസ്ഥമായിട്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ മാത്രം റിസ്ക് എടുത്തിട്ടാണ് നമ്മൾക്ക് കാര്യമുള്ളൂ എന്നുള്ള രീതിയിലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ റിസ്ക് കൊണ്ട് ചിലപ്പോൾ ആ ഒരു നെഗറ്റീവ് ഔട്ട്കം കൊണ്ട് നമ്മുടെ ലൈഫ് എൻറ്റയർലി താറുമാറായിട്ട് മറിയാൻ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും മോണിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ വേസ്റ്റ് കേസ് സിനാരിയോ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ഒരു വേസ്റ്റ് കേസ് സിനാരിയോയിൽ നമ്മൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ട്രേഡിലേക്കോ അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിലേക്കാണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതാണ് റൂം ഫോർ എറർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ ജസ്റ്റ് ഒരു ബേസിക് നട്ട്ഷെൽ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ചാപ്റ്റർ 14 വരാം. യു വിൽ ചേഞ്ച്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചാപ്റ്ററാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
യു വിൽ ചേഞ്ച് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറും, നമ്മളെല്ലാവരും മാറും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 30ാമത്തെ വയസ്സിൽ നിങ്ങളൊരു വീട് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നു. നിങ്ങൾ അതിന് വേണ്ടി ഒരു 50 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ആ ഒരു പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം കൊണ്ട് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയൽ പ്രഷർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ ആ ഒരു ലോൺ എടുത്ത് നിങ്ങൾ വീട് വാങ്ങുന്നു. നിങ്ങൾ കൂടുതൽ ചിന്തിച്ചിട്ടൊന്നുമില്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ, അതെന്തായാലും നമ്മളെല്ലാവർക്കും ജീവിക്കുമ്പോൾ ഒരു വീട് വേണമല്ലോ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളത് വാങ്ങുന്നത്. നിങ്ങളത് വാങ്ങി 30 വയസ്സിൽ 50 ലക്ഷം രൂപ ഡെറ്റ് എടുത്തിട്ട് നിങ്ങളൊരു വീട് വാങ്ങി. കാലം പോകെ പോകെ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് നിൽക്കണോ വേണ്ടേന്നോ വരികയും. ഫോർ എക്സാമ്പിൾ അതിലിപ്പോൾ ഒരു ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊന്നും തരാത്തൊരു സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലമായിരിക്കും, അറ്റ്മോസ്ഫിയർ ഇല്ലാത്തൊരു സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള നെയ്ബർഹുഡ് ഉള്ള ഒരു സ്ഥലമായിരിക്കും. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് എന്ത് ഫീൽ ആവും? നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പ്രയോറിറ്റി ഇല്ലാന്ന് തോന്നാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അബ്രോഡിലേക്ക് അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് നിങ്ങൾക്ക് മാറിപ്പോകണം എന്നുള്ള ചിന്താഗതി വരാം. നിങ്ങളുടെ സ്പൗസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫാമിലി അവിടെ സെറ്റിൽ ആവണം എന്നുള്ള തീരുമാനം വരാം. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ നടത്തിയ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ 30ാമത്തെ വയസ്സിൽ നിങ്ങളൊരു ആവശ്യമുണ്ടോ എന്നോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ നിങ്ങൾ നടത്തിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഒരു വിലങ്ങുതടിയായിട്ട് എല്ലാ ഒരു സിറ്റുവേഷനിലും ഉണ്ടാവും. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ലൈഫിൽ ഓരോ കാലഘട്ടം, ഇപ്പോൾ 25 വയസ്സുള്ള ഒരാളുടെ ലൈഫിലെ പ്രയോറിറ്റീസ് അല്ല 30 വയസ്സിലെ പ്രയോറിറ്റീസ് അല്ല 35ാമത്തെ വയസ്സിൽ, അതേപോലെ തന്നെ 40 വയസ്സിൽ വേറെ പ്രയോറിറ്റീസ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 25 വയസ്സിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കാം പ്രയോറിറ്റി, 30ാമത്തെ വയസ്സിൽ പാർട്ട്ണറുടെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും പ്രയോറിറ്റി, 35ാമത്തെ വയസ്സിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും പ്രയോറിറ്റി. അങ്ങനെ ഓരോ മനുഷ്യന്റെ ലൈഫിലും ഈ പ്രയോറിറ്റീസ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, നമ്മൾ വലിയ വലിയ ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കാൻ നേരത്തെ നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും, നമ്മുടെ പ്രയോറിറ്റീസ് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ആ പ്രയോറിറ്റീസ് ചേഞ്ചസ് വരാൻ നേരത്ത് നമ്മളുടെ മാറ്റത്തിന് തടയത്തൊക്കെ വന്നുള്ള ഒരു തീരുമാനങ്ങളും ഒരു റോങ് ഡിസിഷൻസും കാര്യങ്ങളും നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ലൈഫിൽ എടുത്തിട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ മുന്നോട്ട് കടന്നു കൊണ്ടുവരും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു അസംഷൻ വെച്ചിട്ട് മുന്നോട്ട് പോകും. കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു 2 വർഷം 3 വർഷം കഴിയാനായിട്ട് എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. എന്റെ മൈൻഡ് സെറ്റിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് എന്റെ മൈൻഡ് സെറ്റിന് മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് ഓരോ ഇൻവെസ്റ്റ്മെന്റ്സും ഓരോ ഡിസിഷൻസും നമ്മൾ എടുക്കാൻ നേരത്ത് അത് പ്രോപ്പറായിട്ട് നമ്മൾക്കൊരു ലോങ് ടേമിലേക്ക് ഇത് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോപ്പർ തോട്ട് പ്രോസസ്സിന് ശേഷം മാത്രം എടുക്കുക. അതാണ് സിമ്പിൾ ആയിട്ട് യു വിൽ ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്റർ. ചാപ്റ്റർ നമ്പർ 15, നത്തിങ് ഇസ് ഫ്രീ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മൾ നത്തിങ് ഇസ് ഫ്രീ എന്ന് പറയാൻ നേരത്തെ നമുക്ക് മനുഷ്യന്മാരായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡിൽ വരാം. ഇതൊന്നുമല്ല പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയാണ്. ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയാൻ നേരത്ത് ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ 2020 കോവിഡ് വന്നു. ഈ കോവിഡ് വരുന്നതിന് മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം, അതൊരു സ്വിംഗ് ട്രേഡ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാർക്കറ്റ് ഇടിയുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ കയറിക്കൊണ്ടിരുന്ന, നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ ഓരോ ദിവസവും 500-1000 പോയിന്റ് വെച്ച് ഇടിയുന്നു. അങ്ങനെ വരാൻ നേരത്ത് ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ 5 ലക്ഷം രൂപ ക്യാപിറ്റൽ പെട്ടെന്ന് ദിവസം കാണുന്നത് 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 3.5 ലക്ഷം രൂപയിൽ എത്തിക്കുന്നതാണ്. ഒരു മേ ബി ഒരു 25-30% ഈച്ച് ഡേ ലോസ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ്ട വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ നേരത്ത് നോർമൽ ആയിട്ടുള്ള ഒരു ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് പാനിക് സെല്ലിങ് നടത്തും. പാനിക് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ എനിക്ക് ഇത്ര ഒരു 30% ലോസ് വന്നു, 30% പോയാൽ പോട്ടെ, ഞാനിത് ഇപ്പൊ തന്നെ വിൽക്കുന്നു, അത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30% ലോസിൽ നിൽക്കുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ആ ഒരു ട്രേഡ് ലെറ്റ് ഗോ ചെയ്യുന്നു. പക്ഷെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 2020 കോവിഡിന് ശേഷം ആ ഡിപ്പിൽ നിന്ന് 2021 മാർക്കറ്റ് റിവൈവ് ആയി, 2022 പിന്നെയും മാർക്കറ്റിൽ അപ്വേർഡ്സ് ട്രെൻഡിലേക്കുള്ള ഒരു റാലി തുടങ്ങി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഡിപ്പിലും അവര് കോൺഫിഡന്റ് ആയിട്ട് ഓക്കെ ഈ ട്രേഡ് എന്തായാലും മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ മാറും, അത് കഴിഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എന്റെ ട്രേഡ് മുന്നോട്ട് പോകും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഇവർക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, അവർക്ക് ആ ഒരു റിക്കവറിയുടെ പ്രോസസ്സ് പോലും മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയാണ്. ഏറ്റവും കുറഞ്ഞ പോയിന്റിൽ നിന്ന് പിന്നെയും കുറേ സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും അത് എന്താ പറയുക, ഒരു ആവറേജ് കോസ്റ്റ് ചെറുതായിട്ട് വന്നു, ആ ആവറേജ് കോസ്റ്റും കൂടെ വെച്ചിട്ട് വളരെ വലിയൊരു പ്രോഫിറ്റിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യാൻ നേരത്ത് അതിന്റെ കൂടെ വരുന്ന പ്രൈസിൽ പെട്ടതാണ് എന്ത്, ഈ ഷോർട്ട് ടേം ആയിട്ട് വരുന്ന ലോസസും ഷോർട്ട് ടേം ആയിട്ട് വരുന്ന ത്രെറ്റ്സും. അങ്ങനെ നമ്മൾ ചാപ്റ്റർ 16 എത്തിയിരിക്കുന്നു, യു ആൻഡ് മീ ബബിൾസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ആ പറഞ്ഞു തരുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചാപ്റ്റർ 16, 17 and 18 ചെറിയ രീതിയിൽ ഒരു ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ചെറിയ രീതിയിൽ ഒരു കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ്. അതിനുശേഷം വരുന്ന
19-20 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നില്ല, നമ്മൾ 18 നിർത്തുകയാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓതറിന്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസസും അദ്ദേഹത്തിന്റെ ഒരു സമ്മറി കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചാപ്റ്റർ നമ്പർ 19-ഉം 20 വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 18 വരെ ഈ ബുക്കിന്റെ ക്രക്സിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു യു ആൻഡ് മീ ബബിൾസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ബബിൾസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, കുമിള പെട്ടെന്ന് വലുതാവും, പൊട്ടിപ്പോവും അല്ലേ, അതാണ് ബബിൾസ്. ഇനിയിപ്പോൾ യു ആൻഡ് മീ ബബിൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഒരു വ്യക്തി നിങ്ങളായിരിക്കും, ഒരു വ്യക്തിനെ നിങ്ങൾ കൂട്ടുകാരനായിട്ട് എടുത്തു. ഞാനിപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഫ്രെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, ഓക്കെ. നിങ്ങളപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നേരത്ത് ഏതൊക്കെ തരത്തിലുള്ള ട്രേഡ്സ് ആണുള്ളത്? ഒന്ന് ഷോർട്ട് ടേം ട്രേഡ്സ് ഉണ്ട്, ഒന്ന് ലോങ് ടേം ട്രേഡ്സ് ഉണ്ട്. ഈ ഷോർട്ട് ടേം ട്രേഡ്സിന്റെയും ലോങ് ടേം ട്രേഡ്സിന്റെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള വകഭേദങ്ങൾ വേറെ ഒരുപാടുണ്ട്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ഉണ്ട്. ഒരു ദിവസത്തിൽ ഇന്ന് രാവിലെ വാങ്ങിയാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ സ്റ്റോക്ക് നിങ്ങൾ വിറ്റിരിക്കണം, അതാണ് ഇൻട്രാഡേ ട്രേഡ്. അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ്സ് ഉണ്ട്, ഒരു 2 weeks to 1 month ഒക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് വിൽക്കണം. അല്ലെങ്കിൽ പ്രോപ്പർ ഷോർട്ട് ടേം ഉണ്ട്, ഒരു 3 മാസം ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾ വിൽക്കുന്നതിനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് ടേം ട്രേഡ്സിന്റെ ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിന്റെയും സ്വിംഗ് ട്രേഡിന്റെ ആളാണ്. എനിക്കിന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ ലാഭം എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. നാളത്തേക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഷോർട്ട് ടേം ട്രേഡ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് ഡിഫറെന്റ് ആണെന്ന് വെച്ചോ, അദ്ദേഹം വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു ഗ്രോത്ത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ ലംസമായിട്ട് എപ്പോഴെങ്കിലും കിട്ടിയ പൈസ ഏറ്റവും കൊണ്ടുവന്ന് 1-2 സ്റ്റോക്കിലേക്ക് ഇട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. 1 വർഷം, 2 വർഷം, 3 വർഷമൊക്കെ ശേഷം ഇതിന്റെ റിട്ടേൺസ് റീകൂപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിങ് സ്റ്റോക്ക് വളരെ വലിയ രീതിയിൽ താഴോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. 10% എടുത്തു, 15% എടുത്തു, 20% എടുത്തു. എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ആണെന്ന് നമുക്ക് കണക്കൂട്ടാം. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പറയണം, നീ ഇപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബാങ്കിന്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും, നീ ഇപ്പൊ തന്നെ വിറ്റേക്കെന്ന് പറയാൻ നേരത്തെ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് കൂടുതൽ ടെൻഷനാവും. അങ്ങനെ ടെൻഷൻ ആവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? ഓക്കെ, ഇതുവരെ പോയത് പോയി, 10-25% നഷ്ടം വന്നു, ഇനിയിപ്പോൾ കൂടുതൽ നഷ്ടം സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ സ്റ്റോക്ക് വിറ്റേക്കാണെന്ന് പറഞ്ഞ് വിൽക്കും. അത് കേസ് നമ്പർ 1. രണ്ടാമത്തെ കേസിൽ എന്ത് സംഭവിക്കും? ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറയണം, ഒരു IT സ്റ്റോക്കിൽ പെട്ടെന്ന് ഈ റീസെന്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പെട്ടെന്ന് 200 രൂപയിൽ നിന്ന് 250 ആവുന്നു, 300 ആവുന്നു, അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ടേമിൽ നോക്കാൻ നേരത്ത് വലിയൊരു റിസൾട്ട് റീകൂപ്പ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഓക്കെ, നിങ്ങളുടെ വാക്ക് കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കയ്യിലുള്ള പൈസ എല്ലാം എടുത്തിട്ട് ഓക്കെ, ഞാനൊരു 1-2 കൊല്ലം ഈ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പൈസ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോഴും ഇയാൾക്ക് എന്താ സംഭവിച്ചത്? ഈ IT സ്റ്റോക്ക് എന്ന് പറയാൻ നേരത്ത് ഈ റീസെന്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ IT സ്റ്റോക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ മുകളിലേക്ക് പോകും, താഴത്തേക്ക് പോകും. അത് ഇൻ കേസ് അത് ലോസിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വീണ്ടും ലോസ് സംഭവിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്ന ഈ 2 സിനാരിയോസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് സംഭവിക്കുന്ന കാര്യമാണ്. ഇത്രയും രീതിയിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്, മറ്റുള്ളവർക്ക് പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് സ്വന്തം ലൈഫിൽ അല്ലെങ്കിൽ സ്വന്തം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കാമെന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കേട്ട 2 കേസിലും സംഭവിച്ചത് ബബിൾ ഫോർമേഷൻസ് ആണ്. അതായത് ഫിനാൻഷ്യൽസിന്റെ ബബിൾ ഫോർമേഷൻസ് ആണ് സംഭവിച്ചത്. നിങ്ങളൊരു കാര്യം പറഞ്ഞു, അതിന്റെ ഓപ്പോസിറ്റ് സംഭവിച്ചു, നിങ്ങളുടെ ഫ്രണ്ടിന് നഷ്ടമുണ്ട്. നിങ്ങളൊരു കാര്യം പറഞ്ഞു, അതിന്റെ ഓപ്പോസിറ്റ് സംഭവിച്ചു, പിന്നെ നിങ്ങളുടെ ഫ്രണ്ടിന് നഷ്ടമുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ നട്ട്ഷെൽ എന്ന് പറയുന്നത്. ഫിനാൻസിലെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കുക, മറ്റുള്ളവരെ വാക്ക് കേട്ട് നമ്മൾ ഓരോരോ പ്രശ്നങ്ങളിൽ പോയി ചാടാതിരിക്കുക. ഫിനാൻഷ്യലി ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 17, ദ സിഡക്ഷൻ ഓഫ് പെസിമിസം. ഞാൻ ചാപ്റ്റർ 16 ഇത്രയും ടൈം എടുത്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ട് ഇത് സിമ്പിളായിട്ട് പറഞ്ഞൊരു 1 മിനിറ്റിൽ താഴെ വരുള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പെസിമിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വളരെയധികം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, എല്ലാ കാര്യത്തിലും നെഗറ്റീവായിട്ട് കാണുന്നതിനാണ്. ലൈഫിൽ 2 തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഒപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പെസിമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പോസിറ്റീവ് കാണുന്ന ആൾക്കാർ. പെസിമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം എല്ലാ കാര്യത്തിലും നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഇടപെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഈ പെസിമിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെസിമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, എല്ലാ കാര്യത്തിലും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫിനാൻഷ്യലി അവരുടെ മൈൻഡിൽ കിടക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഞാനിപ്പോൾ പൈസ ഇറക്കി കഴിഞ്ഞാൽ എൻ്റെ പൈസ പോകും. അത് തന്നെ ഇവർ മറ്റുള്ളവരുടെ അടുത്ത് എല്ലാവരും പറഞ്ഞോളും. അങ്ങനെ പറഞ്ഞു ഇറങ്ങാൻ നേരത്തെ അത് കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ റിയൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും മറ്റുള്ളവർക്കും മിസ്സാവും. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ അപ്പൂപ്പൻ്റെ അടുത്ത് എറണാകുളത്തൊന്നും സ്ഥലം മേടിക്കരുതെന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ഉണ്ടാവില്ലേ? അപ്പൂപ്പൻ്റെ കൂട്ടുകാരുണ്ടാവില്ലേ? അയാളൊന്നും ആ വാക്ക് പറഞ്ഞില്ല എന്നെങ്കിൽ നിങ്ങളെല്ലാവരും ഇന്ന് കോടീശ്വരന്മാരായാലും നമ്മളടക്കം.
അപ്പോൾ എന്താ സിമ്പിളായിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലൊക്കെ ഈ പെസിമിസം കൊണ്ട് നടക്കുന്ന ആൾക്കാരെ നമ്മളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ ഉൾപ്പെടുത്തരുതെന്നാണ് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പേഴ്സണൽ ലൈഫിലായിട്ടുള്ള കാര്യത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തി നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഈ ചാപ്റ്ററിന്റെ ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇവരെ മാറ്റി നിർത്തുക, അല്ലെ ഇവർ തരുന്ന സജഷൻസ് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ചാപ്റ്റർ നമ്പർ 18 വെൻ യു ബിലീവ് എനിത്തിങ്. നേരത്തെ നമ്മൾ സംസാരിച്ച 2 ചാപ്റ്റേഴ്സുമായിട്ട് വളരെയധികം ബന്ധമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളൊക്കെ കുറേ പേരുണ്ടാവും ഈ MLM സ്കീംസിനെ പറ്റിയും, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നീ ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ നിന്റെ പോക്കറ്റിലേക്ക് വരുന്നത് 2 ലക്ഷം രൂപയാണെന്നൊക്കെ പറയുന്ന കുറേ പേര് നമ്മുടെ സർക്കിളിലുണ്ടാവും. ഇപ്പൊ എന്റെ കേസിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് പുറത്താണ്, അപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ തിരിച്ചു വരാൻ നേരത്തുള്ള സിനാരിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മുടെ അടുത്ത് കുറേ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയും. ഈ ഒരു കമ്പനി ഉണ്ട്, അവിടെ മാസം നമ്മൾ ഇത്ര രൂപ വെച്ച് അടച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിന് ശേഷം അതൊരു വലിയൊരു തുകയായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അല്ലെങ്കിൽ എന്താണ്, ഇന്നൊരു കമ്പനി ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ലാഭവും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്കീംസ് ഇപ്പോൾ MLM ആണെങ്കിലും അല്ലെങ്കിൽ ഇത് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയാനാണെങ്കിലും ഇതേപോലത്തെ ഒരുപാട് സ്കീംസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ വരാൻ നേരത്ത് പറയുന്നുണ്ട്. പക്ഷേ നമ്മളിത് വിശ്വസിച്ച് തുടങ്ങാൻ നേരത്തുള്ള ഒരു പോയിന്റിലാണ് നമ്മുടെ ലൈഫിലെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് റോങ് ആയി തുടങ്ങുന്നത്. കാര്യം ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ കാൽക്കുലേഷൻസ് ആൻഡ് പ്രോപ്പർ കൺവിക്ഷൻ ഇല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% അത് ലോസിലേക്കാണ് പോകുള്ളൂ. നമ്മളെ കയ്യിൽ നിന്ന് ലോസ് ആണെങ്കിൽ പോലും പോട്ടെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ വൈപ്പോട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പൈസ ആരെങ്കിലും പറ്റിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ വളരെയധികം ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ ബുക്കിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കിട്ടുന്ന പൈസ പ്ലാൻ ചെയ്യുന്നതും, അല്ലെങ്കിൽ ഒരുപാട് പൈസ നമ്മളിലേക്ക് വരാൻ വേണ്ടിയുള്ള എഫേർട്സ് നമ്മൾ ഇടുന്നതും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ കയ്യിലുള്ള എമൗണ്ട്സ് അത് ഇതേപോലെ പറ്റിച്ചു കൊണ്ടുപോകുന്നവരുടെ കയ്യിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ 18th ചാപ്റ്ററിന്റെ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അതോടുകൂടി നമ്മളിപ്പോൾ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ബുക്കിന്റെ കംപ്ലീറ്റ് മാസ്റ്റർ ക്ലാസ് ഇവിടെ കഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ജസ്റ്റ് ഞാൻ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തരുന്ന മോട്ടിവേഷൻ വളരെ വലുതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ബൈ.